ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ച ചോദ്യം അതന്നെ, വൈ നോട്ട് BJP എന്നുള്ളതാണ്. BJP അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അതൊരു വർഗീയ പാർട്ടിയാണ്. അപ്പൊ അതിലൊരു മുസ്ലിം യുവതി നിൽക്കാൻ സാധിച്ചു എന്നൊരു തോട്ടാണ് എല്ലാവർക്കും വരുന്നത്. സംഘടനാപരമായിട്ട് ഇവിടെ ഒരു വേർതിരിവ് വന്നിട്ടില്ല. ആ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും സമുദായത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നവും അതിന് തൊട്ടപ്പുറത്ത് ഒരു ആശ്ചര്യചിഹ്നം, ഇതാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത്. വർഗീയ പാർട്ടി എന്ന് തള്ളി പറഞ്ഞവരൊക്കെയും ഇപ്പോൾ BJP-യിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആളുകളുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റാണ്. ഞാൻ എന്തുകൊണ്ട് ഈ സംഘടനയുടെ ഭാഗമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ജനങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. സംഘടനാപരമായിട്ട് കേരളത്തിൽ മാറ്റങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആളുകള് ഉൾക്കൊള്ളുന്നുണ്ട്. മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളായാലും ശരി, പ്രവർത്തന രീതി ആയാലും ശരി, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ. രാഷ്ട്രീയ പാർട്ടികൾ വരും പോവും, ഗവൺമെന്റ് വരും പോവും, പക്ഷെ രാജ്യത്തെ ജനങ്ങൾ നിൽക്കണം, ജനാധിപത്യം നിലനിൽക്കണം. തൃശൂർ കോർപ്പറേഷൻ 35-ാം ഡിവിഷൻ BJP കൗൺസിലറായ ഏക മുസ്ലിം വനിത മുംതാസ് ടിഞ്ചു ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. എങ്ങനെ പോകുന്ന പ്രവർത്തനങ്ങളൊക്കെ? നമ്മളിപ്പോ ഒരു 11 ദിവസമായി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് ഗോയിങ് ഓൺ. ആളുകൾക്ക് നമ്മളടുത്ത് കൂടുതൽ വീണ്ടും അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം നൽകുക എന്നുള്ളതാണ്. കാരണം തുടക്കമാവുമ്പോ അവരിനെ നേരിട്ട് ഒന്നുകൂടി പോയി കാണലും, പിന്നെ നമ്മൾ ഡാറ്റ ശേഖരിക്കലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഒരു ഗ്രൂപ്പ് വർക്കാണ്. ഞാനും പ്രവർത്തകരും ഉൾപ്പെടെ ഒരു ഗ്രൂപ്പിന്റെ കഠിനമായിട്ടുള്ള ഒരു ഹാർഡ് വർക്കിങ്ങിൽ കൂടെ നേടിയതാണ്. ഒരു ശുഭാപ്തി വിശ്വാസം അതാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് BJP തെരഞ്ഞെടുത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിക്കൂടാ BJP തെരഞ്ഞെടുക്കുന്നത്? ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ച ചോദ്യം അതന്നെ, വൈ നോട്ട് BJP എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും പോലെ തന്നെ അതിൻ്റെതായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ നോട്ട് BJP. എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എൻ്റെ സംഘടന എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചാൻസ് വന്നു നിന്നു, അത് ശരിയായ രീതിയിലുള്ള ഒരു റിസൾട്ടിലേക്ക് ചേർന്നത് വലിയ സന്തോഷം. ഇപ്പൊ ജാതിമത സമവാക്യങ്ങളെല്ലാം മാറ്റി കുറിച്ചുകൊണ്ടുള്ള വിജയമാണിത്. ജാതി മതം അത് നമ്മൾ ഒരിക്കലും ആ ഒരു അജണ്ട എടുത്തിട്ടില്ല. ഈ ഒരു വർക്കിംഗ് പ്രോസസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിന് പുറമേ നിന്നിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ കക്ഷികളെ കുറിച്ചുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ജാതി അടിസ്ഥാനമോ മത അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ ഇതിൽ പരാമർശിക്കുകയോ ആളുകളെ കാണുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവിധ മേഖലകളും ഇലക്ഷൻ വിജയിക്കുകയാണെങ്കിൽ ഈ ഒരു ചാൻസ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ജനങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും ജാതി ഒരു വിഷയമാക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും വിഷയമാക്കപ്പെട്ടിട്ടില്ല. BJP അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അതൊരു വർഗീയ പാർട്ടിയാണ്. അപ്പൊ അതിലൊരു മുസ്ലിം യുവതി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എങ്ങനെ നിൽക്കാൻ സാധിച്ചു എന്നൊരു തോട്ടാണ് എല്ലാവർക്കും വരുന്നത്. പക്ഷെ BJP നിൽക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ജനങ്ങള് മനസ്സിലാക്കിയിട്ടാണോ ഇല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് ഉൾക്കൊള്ളാണ്ടാണോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഈ കഴിഞ്ഞ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉൾപ്പെടെ ഏകദേശം 21-22 സ്ഥാനാർത്ഥികൾ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതില് ഒരു മുംതാസ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പം ഈ ഒരു മാറ്റമാണ് ആളുകൾ ഉൾക്കൊള്ളേണ്ടതാണ്. സത്യം പറഞ്ഞ ഒരു ചട്ടക്കൂടിൽ നിർത്തി അല്ലെങ്കിൽ ഒരു പാർട്ടീനെ ആ ഒരു ഫ്രെയിം വർക്കിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കാൻ കഠിനമായ ഒരു പരിശ്രമം നടത്തുന്നതാണ്. കേരളത്തിൽ എപ്പോഴും ജനങ്ങൾ ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ഉള്ള ആളുകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എൻ്റെ ഇലക്ഷൻ, എൻ്റെ ഒരു സംഘടനയുടെയും എൻ്റെയും ഒരു റിസൾട്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വലിയ തെളിവാണ് ഇപ്പം ചേച്ചിയെ പോലെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അല്ലേ?
അതായത് ഈ ഒരു ഡിവിഷന്റെ കാര്യം എടുക്കാം, നമുക്ക് മറ്റുള്ള കേരളം മുഴുവനോ ഒരു നാട് മുഴുവനോ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഡിവിഷന്റെ വിഭാഗം ആ ഒരു ഇതിൽ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആളുകൾ ഒരു പേഴ്സണെയാണ് കൺസിഡർ ചെയ്യുക. അത് മുന്നിലുള്ള ഇലക്ഷനുകളായാലും ശരി, ഏത് രാഷ്ട്രീയ കക്ഷി റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു കൗൺസിലർ വന്നാലും ശരി, അവൈലബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, അതാണ് അവർ ശ്രദ്ധിച്ചിട്ടുള്ളത്. എൻ്റെ നാട്ടിലെ ആളുകൾ അതിന് മുൻതൂക്കം നൽകിയത് കൊണ്ട് പാർട്ടി അടിസ്ഥാനത്തിൽ എന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർക്ക് അതൊരു സ്വീകാര്യത തോന്നിയത് വലിയ അഭിമാനമാണ്. പിന്നെ പാർട്ടിപരമായിട്ട് അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് ഇവിടെ ഒരു വേർതിരിവ് വന്നിട്ടില്ല. ആരാണോ സംഘടനയുടെ എല്ലാ രീതിയും അനുസരിച്ച് പ്രവർത്തിക്കാൻ, അത് ഏത് രാഷ്ട്രീയ കക്ഷിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ചട്ടമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകാൻ സാധിക്കുന്ന ആർക്കും സ്വീകാര്യമാണ് ഏതൊരു പാർട്ടിയെ പോലെയും BJP. എത്ര വർഷമായി BJP-യിൽ അംഗം? ഞാൻ 8 വർഷമായി മെമ്പറായിട്ട്. ഞാൻ ആക്ച്വലി ചെന്നൈയിൽ നിന്നാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തത്. അവിടെ ഞാൻ പുകഴേന്തി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള BJP-യുടെ ഇപ്പോഴത്തെ മഹിളാ മോർച്ചയുടെ സെക്രട്ടറി ആയിട്ട് ചെന്നൈ വിങ്ങിൽ വർക്ക് ചെയ്യുന്ന ലക്ഷ്മി അങ്ങനെ 2 പേരുടെ മുഖാന്തരമാണ് ഞാൻ ശരിക്കും പറഞ്ഞ പാർട്ടിയിലേക്ക് വരുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ 15 വർഷത്തോളമായി എൻ്റെ അച്ഛൻ BJP മെമ്പറാണ്. മാർക്കറ്റിലാണ് നമ്മുടെ വ്യവസായം എന്നാണ് നമ്മുടെ തൊഴിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം BJP സന്നദ്ധ സംഘടനകളായിട്ട് അടുത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് ഒരു 8-9 വർഷത്തോളമായി. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SG ക്യാമ്പയിന് 1 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു അവസരം വന്നു ചേർന്നു, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് BJP എന്നൊരു പാർട്ടിയിലേക്ക് തന്നെ വരാനുള്ള കാരണം? വികസനം, ഒരു മാറ്റമുണ്ട്. എപ്പോഴും നമ്മൾ മാറി ചിന്തിക്കുക എന്നല്ല, ഒരു 2 രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരണം കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക എന്നുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഓപ്ഷൻസ് നമുക്ക് കുറഞ്ഞു വരുന്ന, എല്ലാത്തിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മളെ ഭരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ആ ഓപ്ഷൻ ചുരുങ്ങാണ്. ഇവര് ഈ പ്രാവശ്യം ഇവരാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവര്, ആ ഒരു കാറ്റഗറിയാണ്. അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി ജനങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ തൃശ്ശൂര് ഒരു ഇതില് മിക്ക സ്ഥലങ്ങളിലും വോട്ട് ബാങ്ക് സംഘടനയ്ക്ക് കൂടി എന്നുള്ളതാണ്. അത് ആളുകളുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റാണ്. അത് ജാതിയോ മതമോ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാഴ്ചപ്പാട് മാറി തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു വിജയമാണ് ഒരു സംഘടനയെ സംബന്ധിച്ച്. കാരണം നമ്മൾ എത്രത്തോളം കണ്ട് മുന്നോട്ട് ചലിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പം കോർപ്പറേഷനിൽ തന്നെ 6 പേരായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ 8 പേരായി. ഭാവിയിൽ ഭരണം പിടിക്കാവുന്നത്രയ്ക്ക് വിപുലമായ ഒരു സംഘടനയായി മാറാനുള്ള എല്ലാവിധ അടിത്തറയും ഇപ്പോൾ സംഘടനയ്ക്കുണ്ട്. തീർച്ചയായും വർഗീയ പാർട്ടി എന്ന് തള്ളി പറഞ്ഞവരൊക്കെയും ഇപ്പോൾ BJP-യിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. BJP-യുടെ ഒരു വളർച്ച നോക്കുകയാണെങ്കിൽ ദിനം പ്രതി വളർച്ചയുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് കാണാനും സാധിച്ചു. ഇനിയുള്ള BJP-യുടെ ഒരു ഭാവിയൊക്കെ എങ്ങനെയായിരിക്കും എന്നാണ്? മുന്നോട്ട് തന്നെയാണ്. ഇപ്പം എനിക്ക് ഇവിടെ ഒരു അവസരം വന്നപ്പോൾ, ഇലക്ഷന് ശേഷം ഒരു പൊതുവായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ ഒരു അവസരം വന്നപ്പോൾ, ഞാൻ എൻ്റെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ നാച്ചുറലായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് വന്നതുപോലും മാറാത്തത് മാറും എന്നുള്ളതാണ്. അത് സംഘടനയുടെ ആ ഒരു വാചകം ഞാൻ എടുത്ത് പറഞ്ഞതല്ല, പക്ഷെ അത് മനസ്സിൽ നിന്ന് വന്നതാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സംഘടനാപരമായിട്ട് ഇപ്പോൾ കേരളത്തിൽ മാറാൻ ഇനി തുടങ്ങുകയാണ്. മാറ്റങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് എല്ലാ രാഷ്ട്രീയ കക്ഷിയെയും ബാധിക്കുകയും ചെയ്യും. എല്ലാവരും വളരുന്നതിനേക്കാളും വേഗതയിൽ വളരാൻ നമ്മുടെ സംഘടനയ്ക്ക് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ ഈ ഒരു വിജയം, BJP-ക്ക് ലഭിച്ച ഈ ഒരു സ്വീകാര്യത, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇനി. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും തോന്നുന്നുണ്ട്?
നിശ്ചയമായും പ്രാദേശികമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളുടെ ഫലം എപ്പോഴും അതിനുശേഷം വരുന്ന വലിയ ഇലക്ഷനുകളുടെ ഒരു സ്വഭാവ രീതിനെ വിലയിരുത്താൻ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വരുന്ന ഇലക്ഷന് ഈ ഒരു ട്രെൻഡ് നിലനിൽക്കാനാണ് സാധ്യത. എക്സിറ്റ് പോളിന്റെ ഒക്കെ ഫലങ്ങള് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നതിനൊക്കെ ജനങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ മാനദണ്ഡങ്ങൾ നമ്മൾ എടുക്കുന്നത് ഈ ഒരു മുന്നേ നടന്ന ഇലക്ഷന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സംഘടനയുടെ വോട്ട് ബാങ്ക് വർധനവ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സംഘടനാപരമായിട്ട് ആളുകള് ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു ഇപ്പൊ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളായാലും ശരി, പ്രവർത്തന രീതി ആയാലും ശരി, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ. അത് കാരണം എനിക്ക് അത് എടുത്തു പറയാൻ എനിക്ക് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. BJP എന്ന് പറയുന്ന ഒരു പാർട്ടി LDFന്റെ സീറ്റുകൾ പോലും പിടിച്ചടക്കിയ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ തൃശ്ശൂർ തന്നെ മറ്റത്തൂരിൽ നമ്മൾ കണ്ടു, വലിയൊരു മുന്നേറ്റം തന്നെയാണ്. അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിച്ച ഒരു മുന്നേറ്റം ഉണ്ടായി. അങ്ങനെ ഇനിയും മുന്നേറ്റങ്ങൾ വരാനുണ്ട് ഒരുപാടിടത്ത്. നിശ്ചയമായിട്ടും എന്നെ സംബന്ധിച്ച് പിടിച്ചെടുക്കുക എന്നുള്ളതല്ല ഞാൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഞാൻ എപ്പോഴും അത് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസം കൈപ്പറ്റുക എന്നുള്ളതാണ്. ആ വിശ്വാസത്തിലേക്ക് വളരുകയാണ് ചെയ്യുന്നത് ഒരു രീതിയിൽ. അതിനെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് ആണെങ്കിൽ ജനങ്ങള് മാറി ചിന്തിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ ചോദിക്കും, എന്തുകൊണ്ട് ഒരു വൈഡായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി വരാൻ സാധ്യതയുണ്ട്. അതിനും ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ജനറേഷൻ ഗ്യാപ്പുകൾ ഉണ്ടാവും. ആ ജനറേഷൻ ഗ്യാപ്പുകളുടെ ഒരു അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ആളുകൾ മാറി വരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ അത് മാറാൻ അധിക സമയം വേണ്ടതാണ്. അതിൻ്റെ മാറ്റങ്ങൾ ഇനി കൂടാനാണ് പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള വികസന മുന്നേറ്റങ്ങൾ കൊണ്ടുവരാനാണ് നമ്മൾ വ്യക്തമായ ഒരു പ്രകടന പത്രികയാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ ഡേ 1 മുതൽ നമ്മൾ അത് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഹെൽത്ത് സെന്റർ, അതുപോലെ അംഗനവാടി സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ ബഹുമാനപ്പെട്ട MP മന്ത്രി കൂടിയായ സുരേഷ് സാറിന്റെ ഇതില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷന്റെ ചട്ടക്കൂടുകൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ ഡിവിഷനിലുള്ള എല്ലാ വികസനങ്ങളും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സംഘടനാപരമായിട്ട് ഗ്രൂപ്പുകളായിട്ടുള്ള വർക്കുകളും എല്ലാതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ് എ കൗൺസിലർ ഞാൻ എൻ്റെ പേഴ്സണൽ രീതിയിലുള്ള വർക്കുകൾ അസൈൻ ചെയ്ത് തരുന്നത് കോർപ്പറേഷൻ മേഖലയിൽ നിന്ന് അസൈൻ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഗ്രൂപ്പ് വർക്ക് ആയിട്ടുള്ളത് ഡാറ്റ കളക്ഷൻ ക്യാമ്പയിൻസുകൾ എല്ലാതും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ SIR, അതുപോലെ തന്നെ ബാക്കിയുള്ള പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാതും ഒരു ക്യാമ്പയിൻ സെറ്റപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം ഒരു വ്യക്തിഗതമായിട്ട് ആളുകൾ ഒരു കൗൺസിലറെ തേടി വരുന്ന സ്ഥിതിയിൽ നിന്ന് കുറച്ചുകൂടി മാറി ആളുകൾക്ക് കുറച്ചുകൂടി ഈസി വേയിൽ നമ്മളെ സമീപിക്കാനുള്ള ഒരു മാറ്റം അത് തന്നെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു അടിത്തറ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം സെറ്റാവും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ സംഘടനയും പ്രവർത്തകരും ഉള്ളത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ST ക്യാമ്പയിനിലൊക്കെ ഒരു മാസത്തോളം പങ്കെടുത്തിരുന്നു സുരേഷ് ഗോപി സാർ. MP ആയതിനു ശേഷം പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർക്കാരി എന്ന നിലയിൽ സുരേഷ് ഗോപി സാറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ അതായത് ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോഫി വിത്ത് SG എന്നുള്ള ഒരു പരിപാടിയിൽ ഇതേ ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം നൽകുന്നതായിട്ടുള്ള ഫണ്ടുകളായാലും ശരി, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളായാലും ശരി, മീഡിയ കവറേജ് മനഃപൂർവ്വം ഉള്ളതാണോന്നും എനിക്കറിയില്ല. പക്ഷെ ശരിയായ രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ യഥാവിധി ജനങ്ങൾ അറിയുന്നില്ല എന്നുള്ള ഒരു തോട്ട് ഉള്ള ആളാണ് ഞാൻ. അത് കൂടുതൽ
ചെയ്യാനാണ് എനിക്കും ആഗ്രഹം. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഇപ്പോൾ ധാരാളം MP ഫണ്ടിൽ നിന്ന് തന്നെ അദ്ദേഹം വിനിയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഒരു MP എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു പ്രദേശത്തിന് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ജനങ്ങൾ അറിയണം. അത് ഇനി എന്തായാലും അറിയിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മുടെ കേരളത്തിലേക്ക് അധികം എത്തപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതിലുപരി അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ ജനങ്ങൾക്ക് സാധിക്കാത്ത വണ്ണം അതിലൊരു ബാരിയർ ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പദ്ധതികൾ എല്ലാതും ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പ്രധാനമന്ത്രിയിൽ നിന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെടുമ്പോൾ അത് എല്ലാവർക്കും തുല്യമായി എത്തുന്നുണ്ട്. പക്ഷെ അത് ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് കൈപ്പറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനായിട്ടാണ് നമ്മൾ ഒരു ജനസേവാ കേന്ദ്രം തുടങ്ങുവാനും അതുപോലെ തന്നെ ആളുകളിലേക്ക് ഈ പദ്ധതികൾ ഇപ്പൊ ന്യൂനപക്ഷം തന്നെ ഏറ്റവും എന്നെ പോലെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യങ്ങൾ അതാണ്. അവരെ പോലും കൂടുതൽ എന്തെല്ലാം പദ്ധതികൾ അവർക്ക് ലഭ്യമാവാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇപ്പൊ നമ്മൾ സാക്ഷരതാ മിഷൻ പോലെയാണ്. ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു പൗരന് ലഭിക്കേണ്ട സാമാന്യം അവന്റെ അവകാശം എന്ന് പറയുന്ന പദ്ധതികൾ അവന് നേടിക്കൊടുക്കുവാൻ ഒരു ചാനൽ നമ്മൾ സൃഷ്ടിക്കണം. അതിനാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നതും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതും. ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, ഒരു എഴുത്തുകാരി കൂടിയാണ്. 2 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ പുസ്തകത്തിന്റെ സ്റ്റോറി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ? എഴുത്ത് എന്ന് പറയുന്നത് അത് ഒരു ഹോബി എന്നതിലുപരി ഒരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ്. കാരണം നമുക്ക് കുറെ അധികം തിരക്കുകളുടെ ഇടയിൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. 4 വർഷമായി ബിസിനസ്സിലുള്ള ആളാണ്. അപ്പോൾ നമുക്ക് വായന ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. വായിക്കാതെ ഉറങ്ങാറില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കഥകളായും അറിവുകളായും വന്നു ചേരുന്നത് ഒരു റൈറ്റിംഗ് പാറ്റേൺ ഉള്ളത് ആയതുകൊണ്ട് പുസ്തകങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ്. ഇനി ഇപ്പൊ ഒരു 3.5 വർഷമായിട്ട് ഒരു സ്റ്റോറീനെ കുറിച്ച് റിയൽ ഫാക്ടുകളായ കാരണം അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി എഴുതി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഈ തിരക്കിനിടയിൽ സാധിക്കുമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏതൊക്കെ ബുക്കുകളാണ് ഇതുവരെ എഴുതിയത്? ഒരു പുസ്തകം കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ടുള്ളതാണ്. ആദ്യത്തെ പുസ്തകം. അതിൽ എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ച എൻ്റെ അമ്മ ഉൾപ്പെടെ എൻ്റെ ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാ സ്ത്രീകളെയും കുറിച്ചിട്ടുള്ള ഒരു റൈറ്റപ്പ് ആണ്, ഒരു പുസ്തകമാണ്. അതിനുശേഷം ഇപ്പോൾ 2025 മാൻകൈൻഡ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ചിദംബര വിലാസം എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറീസ് ആണ് അവസാനത്തെ പുസ്തകം. വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ? നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ ഓൾറെഡി നല്ല സപ്പോർട്ടായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം എൻ്റെ കുടുംബം വളരെയധികം തന്നിട്ടുണ്ട്. ഞങ്ങള് ചെറുപ്പം മുതലേ ഒരു ബിയോണ്ട് റിലീജിയൻ അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടിനേക്കാളും കൂടുതൽ സമൂഹത്തിൽ ഇടപഴകി ജീവിച്ച ഒരു കുടുംബമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം എൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് ചോദിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഒരു സമുദായത്തിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്നവരാണ്. അത് ഒരു നമുക്ക് സത്യം പറഞ്ഞ ഒരു വേലിക്കെട്ട് പോലെയാണ് അത്. അപ്പം ഇങ്ങനെ ഒരു BJPയുടെ പേരിൽ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും സമുദായത്തിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഒരു ചോദ്യചിഹ്നവും അതിന് തൊട്ടപ്പുറത്ത് ഒരു ആശ്ചര്യചിഹ്നവും, ഇതാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത്. ആളുകൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് നമുക്ക് വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിജയിച്ചു എന്നാണ് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ഒരു 30 ദിവസം ഞാൻ ആളുകളുടെ ഇടയിലേക്ക് ഇലക്ഷൻ പ്രമാണിച്ച് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് വ്യക്തമായിട്ടൊരു ആൻസർ ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ സംഘടനയുടെ ഭാഗമാണ്, എനിക്ക് എന്ത് നിങ്ങൾക്ക് നടത്തി തരാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതും. അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ എൻ്റെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാതെ ഒരാളെ തിരഞ്ഞെടുക്കില്ല. അപ്പോൾ അതൊരു
വലിയ അനുഗ്രഹമാണ്. നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സംഘടനാപരമായിട്ട് ഞങ്ങളുടെ ടീമിനായാലും ശരി എനിക്കായാലും ശരി സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്. തീർച്ചയായും കുറെ അധികം ആളുകള് ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്ന നല്ല രാഷ്ട്രീയം, എല്ലാവരുടെയും ഒരു അംഗത്തട്ടല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ കമ്മിറ്റ്മെന്റ് ആണ്. തീർച്ചയായും അത് ആഗ്രഹിക്കാത്തവരാണ് കൂടുതലുള്ളവരും. അത് നിയോഗം പോലെ ചിലവർക്ക് വന്നു ചേരും, ചിലവരത് ആഗ്രഹിച്ച് മുന്നോട്ട് വരും. ഇപ്പൊ കലാലയങ്ങളിലുള്ള രാഷ്ട്രീയമായാലും ശരി, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്ന് ചേരുന്നവരാണ് കൂടുതലും. പക്ഷെ അത് ഇഷ്ടപ്പെട്ട് അതിലേക്ക് വരുന്നവർ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാഷനായിട്ട് വരുന്നത്, അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട്. അല്ലാണ്ട് വരുന്നവർ കുറവാണ്. ആരാണ് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ? ജയലളിത. ജയലളിതയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ജയാമ്മയാണ് വാൾപേപ്പർ പോലും അതാണ്. കേരള രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ആരാണ്? ഇല്ല, ഞാൻ അങ്ങനെ സത്യം പറഞ്ഞ അച്ഛന്റെ കൂടെ ഇരുന്ന് കൂടുതലും പഠിച്ചിട്ടുള്ളത് തമിഴ് രാഷ്ട്രീയമാണ്. എനിക്ക് അതിനോടൊരു വല്ലാത്തൊരു ഇത് തോന്നിയിട്ടുണ്ട്, മമത. കാരണം അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു ഒരു സിനിമയാണ് അവിടുത്തെ. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടിയും കേരളത്തിലുള്ളവർ കുറച്ചുകൂടിയും ഒരു എന്താ പറയാ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ചോയ്സസ് ആണ് മലയാളികൾ എപ്പോഴും എടുക്കാറ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ചോയ്സസ് അല്ലാതും മറ്റുള്ള പുറമെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ മലയാളക്കരയുടെ രാഷ്ട്രീയവും തമിഴിന്റെ രാഷ്ട്രീയവും എന്ന് പറയുന്നത് എൻറ്റയർലി രണ്ട് കോർണേഴ്സ് ആണ്. സോ എനിക്ക് തമിഴ് രാഷ്ട്രീയത്തിനോട് ഒരു അട്രാക്ഷൻ ഉണ്ട്. കേരള രാഷ്ട്രീയത്തില് ഞാൻ അങ്ങനെ അത്രയും രാഷ്ട്രീയപരമായിട്ട് ആരെയും ബിക്കോസ് ഞാൻ ഇവിടെ ഒരാളെ ആരാധിക്കുന്നത് കൊണ്ടാവാം എനിക്ക് ഇവിടെ അട്രാക്ഷൻ ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ധാരാളം നേതാക്കൾ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. വളരെ ഉന്നത ഇതില് നമ്മള് പറയേണ്ടതായിട്ടുള്ള നേതാക്കളുണ്ട്, എല്ലാ സംഘടനകളിലും ഉണ്ട്. പക്ഷെ എന്റെ പേഴ്സണൽ ചോയ്സ് ഈസ് ഓൾവേസ്. ഇപ്പൊ തമിഴ്നാട് രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കാം, തമിഴ്നാട്ടില് ഇപ്പൊ രാഷ്ട്രീയത്തില് BJP-യുടെ ഒരു വരവ്, അണ്ണാമലയൊക്കെ ഉള്ളതുപോലെ BJP-യുടെ ഒരു വളർച്ച എങ്ങനെയായിരിക്കും? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പുകഴേന്തി ഞാൻ ഇതിലേക്ക് വരാൻ കാരണമായിട്ടുള്ള ആളുകള് അവരെന്റെ ആ ഒരു തിങ്കിങ് പ്രോസസ്സ്, കാരണം അവര് ജയാമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഫാമിലീസ് ആണ്. അപ്പം അമ്മയോടുള്ള എൻ്റെ ആരാധന കണ്ടിട്ടാണ് അവര് എന്നെ ആദ്യമായിട്ട് അവരുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പതുക്കെ ആ ഒരു രാഷ്ട്രീയ ചൊവ്വ തോന്നിയത് കൊണ്ടാകാം പാർട്ടിയിലേക്ക് എന്നെ വരാനായിട്ട് അവര് നിർബന്ധിക്കുന്നത്. തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ രണ്ട് ADMK ഒരെണ്ണം ADMK അങ്ങനെയുള്ള ആ രണ്ട് പ്രക്രിയയാണ്. അതിൽ നിന്ന് ഇപ്പൊ ചോയ്സസ് ആയി തുടങ്ങി. അണ്ണാമല സാറിനെ പോലെയുള്ള ആളുകൾ മുൻനിരയിലേക്ക് വരുമ്പോൾ ഒരു പ്രോമിസിങ് മൈൻഡ് കൂടി വരുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇപ്പോ തമിഴ് രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഒരു കുറെ അധികം വർഷങ്ങളായിട്ട് വരുന്ന പാറ്റേൺ തിരിച്ച് ചോദ്യം ചെയ്യപ്പെടാണ്. അപ്പോൾ ആ ഒരു പാറ്റേണിന്റെ ഭാഗമായിട്ട് അവിടെയും മാറ്റങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുള്ളതും നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടില് ആരാ നിക്കുന്നതെന്നൊന്നും അവര് നോക്കൂല, അവര് ചിഹ്നത്തിനാണ് വോട്ട് ചെയ്യുക. അങ്ങനെ ഒരു ജനറേഷൻ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ജനറേഷനിൽ നിന്നിപ്പോ ധാരാളം ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അവിടുത്തെ രാഷ്ട്രീയത്തില് കാണുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതം മൊത്തത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാറി ചിന്തിക്കാൻ തുടങ്ങി ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്. വോട്ട് ബാങ്കിന്റെ ആ ഒരു വളർച്ച തന്നെ ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ തന്നെ തെളിവാണ്. എന്താണ് നമ്മുടെ ജനങ്ങള് ചിന്തിക്കുന്നത് എന്നുള്ളത്. എപ്പോഴും ജനങ്ങളാണ്
ഏറ്റവും മുകളിൽ, ജനാധിപത്യമാണ് ഏറ്റവും മുകളിൽ. ഈ ഞാന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട വാജ്പേയിയുടെ വചനങ്ങളാണ്. രാഷ്ട്രീയ പാർട്ടികൾ വരും പോവും, ഗവൺമെന്റ് വരും പോവും, പക്ഷെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ നിൽക്കണം, ജനാധിപത്യം നിലനിൽക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ വികസനം വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, മാറ്റം വരാൻ ജനങ്ങൾ മാറ്റം വരണല്ലോ. അവർക്ക് അവകാശപ്പെട്ടത്, അവർക്ക് വേണ്ടത് അവരുടേതായിട്ടുള്ള സാമാന്യമായിട്ടുള്ള അവകാശങ്ങൾ, ഒരു നല്ല റോഡായാലും ശരി, തൊഴിലവസരങ്ങളായാലും ശരി, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ വികസനമായാലും ശരി, ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അവർക്ക് ലഭ്യമാവാൻ അവർ മാറി ചിന്തിക്കും. അത് പതിയെ ആണെങ്കിലും മാറ്റം അടിത്തറയോടുകൂടി ഉണ്ടാകും. തീർച്ചയായും. അപ്പം വൈ BJP എന്ന് ചോദിക്കുന്നവരോട് വൈ നോട്ട് BJP എന്ന് തന്നെ നമ്മൾ ഇനിയും പറയും, തിരിച്ചു ചോദിച്ചിരിക്കും. അപ്പൊ എന്താണേലും സന്തോഷം. നന്ദി. താങ്ക് യു.